ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 81 സങ്കീർത്തനം 1 തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി പുകഴ്ത്തുവിൻ. ദൈവജനം ഒന്നു ചേർന്ന് കർത്താവിനെ മനം തുറന്ന് ആരാധിക്കുമ്പോൾ അവിടെ അത്ഭുത വിടുതലുകൾ സംഭവിക്കുന്നു, അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടുന്നു. കർത്താവിന്റെ ജനം അത്ഭുതകരമായ അഭിഷേകത്താൽ നിറയപ്പെടുന്നു. ഈ സ്തുതി ആരാധനയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നവമായ അഭിഷേകം പകരുവാനായി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അനന്ത നന്മകളുടെ ഉറവിടമായ നമ്മുടെ കർത്താവിനെ ഹൃദയം തുറന്ന്, മനം തുറന്ന്, അധരം തുറന്ന് അഭിഷേക നിറവിൽ പാടി ആരാധിക്കാം. ആത്മനിറവിൽ ആനന്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്വരമുയർത്തി പ്രഖ്യാപിക്കേ. അന്ധകാര ശക്തികൾ അകലട്ടെ. കാലുകളേറെ കോരെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കോരെ വഴുതി, എന്നാൽ കർത്താവ് എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്? ഉയരില്ല സ്നേഹത്തോടെ പങ്കുവയ്ക്കാം. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, ഇന്നേക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതാൻ ഇടവന്നില്ല. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. അന്ധകാര ശക്തികൾക്കാകട്ടെ, യേശു ജീവിക്കുന്നു. അവർ ജീവിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ വിജയന്മാരെ, അജിത്യമാരെ, സകല യുവജനങ്ങളും അഭിഷേകം നിറവിൽ പാടട്ടെ. ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കർത്താവ് അകൃതി അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി അധരം തുറന്ന് യേശു നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കും. മക്കളെ, യേശുവേ, അത്ഭുതത്തിന്റെ ദൈവമേ, അഭിഷേക കരങ്ങൾ നീട്ടി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പാപബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ. കർത്താവെ, കുടുംബങ്ങളിലേക്ക് അവിടുത്തെ അത്ഭുതകരമായ സാന്നിധ്യം പകരണമേ. സകല ജീവിതങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ഫീൽ ഹോളി സ്പിരിറ്റ്, ഫീൽ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തിയോടെ വരിക. കുടുംബബന്ധങ്ങളിലേക്ക് വരിക, തലമുറകളിലേക്ക് വരിക, കുഞ്ഞുങ്ങളിലേക്ക് വരിക. ജീവിതത്തിന്റെ ഭാരങ്ങളിലേക്കും നൊമ്പരങ്ങളിലേക്കും മുറിവുകളിലേക്കും വേദനകളിലേക്കും വരിക. വരിക പരിശുദ്ധാത്മാവേ. ആരാധന, 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 ആരാധന. യേശു നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. യേശു നാമത്തിൽ പാപബന്ധനത്തിലെ കെട്ടുകൾ പൊട്ടട്ടെ. യേശു നാമത്തിൽ താത്കാലികങ്ങൾ ഒടിയട്ടെ. പരിശുദ്ധാത്മ ശക്തിയിൽ പൈശാചിക അടിസ്ഥാനങ്ങളെ തകരട്ടെ. ആയിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി അടിക്കട്ടെ. ഭൂഖണ്ഡങ്ങളിൽ അത് അടിക്കട്ടെ. ലോകരാജ്യങ്ങളിൽ അടിക്കട്ടെ. പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ ശക്തി, പവർ, പവർ. പിശാച് കെട്ടിപ്പൊക്കിയ ദുർഗമമായ കോട്ടകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചിഹ്നവിന്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആസക്തികളിലേക്ക് പരിശുദ്ധാത്മാവിന് അഗ്നി ഇറങ്ങട്ടെ. രോഗപീഠകളിലേക്ക്, ക്യാൻസർ രോഗികൾ പരിശുദ്ധാത്മ ശക്തിയാ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ട്യൂമർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അൾസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ.
സാന്നിധ്യം ഓരോ ഭവനങ്ങളിലും ശക്തിപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, പരിശുദ്ധമായ കരങ്ങൾ പ്രിയപ്പെട്ട ദൈവജനത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളുടെ മേലും നിയോഗങ്ങളുടെ മേലും നീട്ടണമേ. അവിടുത്തെ ജനം അനുഗ്രഹിക്കുന്നതാകട്ടെ, അവിടുത്തെ ജനം അഭിഷേചിതരാകട്ടെ. കർത്താവേ, അങ്ങയുടെ ജനം വിശുദ്ധീകരിക്കപ്പെടട്ടെ. Lord bless, bless, bless Lord. Hallelujah, hallelujah, hallelujah. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക എന്ന സന്ദേശമാണ്. വളരെ താഴ്മയോടെ കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. പൗലോസ് അപ്പോസ്തലൻ എഫെസോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. പ്രിയ സഹോദര സഹോദരി, ഈ വചനം എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? ദൈവമക്കൾ ഉണരേണ്ട സമയമായി. വീണ്ടും വചനം പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. അവിടെ വചനം എന്താ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, സമയം വളരെ പരിമിതമാണ്. സമയം വളരെ പരിമിതമാണ്. കർത്താവിന്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പൗലോസ്ലീഹ കൊളോസ്സ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനം. വീണ്ടും വചനം വെളിപ്പെടുത്തുന്നു, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഈ തിരുവചനങ്ങളിലൂടെയെല്ലാം എന്താണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. കാരണം ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന് മുൻപ് ഈ ലോകത്തിൽ വെളിപ്പെടുന്ന സകലവിധ അഭിഷിക്തമായ സംഭവങ്ങളിലൂടെയാണ് ഇന്ന് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകനായ യേശയ്യ പറയുന്നുണ്ട്, 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. അവിടെ പ്രവാചകൻ പ്രവചനാത്മാവിൽ നിറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുക, തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുർമാർഗികളായ മക്കൾ, അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും കർത്താവിനെ പരിത്യജിക്കുകയും അവിടുത്തെ തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. മറ്റേത് കാലഘട്ടത്തെക്കാൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ അക്ഷരം പ്രതി ഈ വചനം നിറവേറിക്കൊണ്ടിരിക്കുക. തിന്മ നിറഞ്ഞ രാജ്യം. ഇന്ന് ലോക രാജ്യങ്ങളിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പല രാജ്യങ്ങളിലും ഇന്ന് പൈശാചികമായി നിയമങ്ങൾ പാസ്സായിക്കൊണ്ടിരിക്കുക. ഗേ മാരേജ്, സ്ത്രീയെ സ്ത്രീ വിവാഹം കഴിക്കാം, പുരുഷനെ പുരുഷന് വിവാഹം കഴിക്കാം. ദൈവിക നിയമത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ ഇന്ന് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഗർഭാവസ്ഥയിൽ വെച്ച് ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ദാരുണമായി കൊല്ലുന്ന അബോർഷൻ എന്ന നിയമം ഇന്ന് പല രാജ്യങ്ങളിലും പാസ്സായി കഴിഞ്ഞു. പല രാജ്യങ്ങളിലും പാസ്സായി കഴിഞ്ഞു. എന്തിന്? പൊതുസ്ഥലങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ തിരുസ്വരൂപത്തെ മാറ്റുക, പബ്ലിക് പ്ലേസുകളിൽ നിന്ന് യേശുവിനെ മാറ്റുക. കാരണം ഇന്ന് എല്ലാവർക്കും വിഷയം കർത്താവാണ്. കോളേജുകളിൽ, സ്കൂളുകളിൽ ദൈവത്തിന്റെ വചനം പരസ്യമായി പ്രഘോഷിക്കാൻ പറ്റുന്നില്ല. വിശ്വാസം പങ്കുവെക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നിയമങ്ങൾ പാസ്സായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സുവിശേഷം പ്രഘോഷിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. കുടുംബങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു.
ദമ്പതികളിൽ ദാമ്പത്യം മേഖലകളിൽ അവിശ്വസ്തരുടെ എണ്ണം ഇന്ന് ഒരുപാട് വർദ്ധിച്ചു. കുടുംബ ജീവിതത്തിന് ബദ്ധതയില്ലാതായി മാറിക്കൊണ്ടിരിക്കുക. എല്ലാ മണ്ഡലങ്ങളും ഒരുപോലെ ദുഷിച്ചുപോയി. പൗലോസ്ലീഹായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. പ്രിയ ദൈവമക്കളെ, കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കി ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന കർത്താവിന്റെ ആലോചനകൾ തിരിച്ചറിഞ്ഞ് ഞാനും നിങ്ങളും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് ആവശ്യപ്പെടുകയാണ്. എങ്ങനെയുള്ള അവസരം പ്രയോജനപ്പെടുത്തേണ്ടത്? എന്തിനു വേണ്ടിയാണ് നമ്മുടെ സമയം പ്രയോജനപ്പെടുത്തേണ്ടത്? നമുക്കറിയാം, സമയം കർത്താവിന്റെ വലിയൊരു ദാനമാണ്. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 3 അധ്യായം 1 മുതൽ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ പ്രത്യേകത എന്താണെന്ന് വചനം കൃത്യതയോടെ പഠിപ്പിക്കുക. ഗർവിഷ്ഠരും ധനമോഹികളും അഹങ്കാരികളും ഒന്നിനും വഴങ്ങാത്തവരും എടുത്തുചാട്ടക്കാരും അപവാദങ്ങൾ പറയുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും വിശുദ്ധിയില്ലാത്തവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ള മനുഷ്യര് വരും. ഏത് നാളുകളിൽ? അവസാന നാളുകളിൽ. പ്രിയ സഹോദര സഹോദരി, അപ്രകാരം ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ മിഷൻ, നമ്മുടെ ദൗത്യം നമ്മൾ വേണ്ട വിധം തിരിച്ചറിയേണ്ടത്. കർത്താവ് നമ്മളെ നോക്കി പറയാണ്, സമയത്തെ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക. എന്തിനുള്ള സമയം? സുവിശേഷ വേല ചെയ്യാനുള്ള സമയം. എന്തിനുള്ള സമയം? ഈ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഹൃദയം നുറുങ്ങി കൈവിരിച്ച് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയം. എന്തിനുള്ള സമയം? എവിടെയും ധീരതയോടെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാനുള്ള സമയം. ഇത് നമ്മൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തണം. നമ്മുടെ സമയത്തിലല്ല, കർത്താവിന്റെ സമയത്തിലാണ് നമ്മൾ സുവിശേഷ വേല ചെയ്യേണ്ടത്. ഉൽപ്പത്തിയുടെ പുസ്തകം 19 അധ്യായത്തിലോട്ട് വരിക. അവിടെ 17 വചനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, സോദോം ഗോമോറയുടെ മേൽ ന്യായവിധി വരികയാണ്. ഈ സമയത്ത് കർത്താവ് പ്രത്യേകമായി ലോത്തിന്റെ കുടുംബത്തെ രക്ഷിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ദൈവദൂതന്മാരെ വന്ന് ലോത്തിനോട് അവന്റെ കുടുംബത്തോടും പറയും, എത്രയും പെട്ടെന്ന് ഈ നഗരത്തിൽ നിങ്ങൾ പുറത്തിറങ്ങുക. സ്വർഗം ദൂതന്മാര് കൈക്ക് പിടിച്ചവരെ ആ പട്ടണത്തിൽ നിന്ന് പുറത്തു കടത്തി. ഈ സമയത്ത് കർത്താവ് തന്റെ ദൂതന്മാരിലൂടെ ലോത്തിനോടും അവന്റെ കുടുംബത്തോടും പറയുന്നൊരു മെസ്സേജ് ഉണ്ട്. 17 വചനത്തിൽ കാണാം. അവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നീ ആ കാണുന്ന മലമുകളിലേക്ക് കയറി ഓടി രക്ഷപ്പെടുക. നീ മലമുകളിലേക്ക് കയറി ഓടി രക്ഷപ്പെടുക. ഈ ദൂത് ലോത്ത് കേട്ടുകഴിഞ്ഞപ്പോൾ ലോത്ത് കർത്താവിനോട് പറഞ്ഞു, എന്റെ പൊന്നു കർത്താവേ, ഇത്രയും വലിയ മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുവാൻ എനിക്ക് വയ്യ, എനിക്കത് സാധ്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സോവാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ചെറുത്, നിസ്സാരമായതെന്നൊക്കെയാ. ലോത്ത് കർത്താവിനോട് പറയാണ്, ആ സോവാർ, ആ നിസ്സാരമായ പട്ടണത്തിലേക്ക് ഞാൻ ഓടി രക്ഷപ്പെട്ടുകൊള്ളാം എന്ന് പറഞ്ഞേ. കർത്താവിന്റെ പദ്ധതിയോട്, കർത്താവിന്റെ ആലോചനയോട് ലോത്ത് മറുതലിക്കുകയാണ്. അങ്ങനെ അവൻ സോവാറിൽ പോയി പാർത്തു. നാളുകൾ കഴിഞ്ഞപ്പോൾ ലോത്തിന് അവിടെ പാർക്കാൻ ഭയമായി. അവൻ എന്താ ചെയ്തെന്നറിയോ? ലോത്ത് അവൻ 2 പെൺമക്കളെ കൈക്ക് പിടിച്ച് വീണ്ടും അവൻ കർത്താവ് പറഞ്ഞ മലമുകളിലോട്ട് കയറുകയാണ്. എന്നാൽ അവിടെ എന്താ ഉണ്ടായെന്നറിയോ? അവന് ശൂന്യതയും മരവിപ്പും. ഒരു അപ്പനെ അവന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അപമാനവും ദുരന്തവും ലോത്ത് ഏറ്റുവാങ്ങി. അതിനുള്ള കാരണം എന്താണെന്നറിയോ? കർത്താവിന്റെ സമയത്തല്ല അവൻ ആ പ്രവൃത്തി ചെയ്തത്, അവന്റെ സമയത്താണ്, അവന് തോന്നിയ സമയത്താണ്, അവൻ ഇഷ്ടപ്പെട്ട സമയത്താണ്. ഉന്നതമായ ദൈവാനുഭവത്തിലേക്ക് വിളി ലഭിച്ച ലോത്ത് നിസാരമായ സോവാറിന് ലക്ഷ്യം വെച്ച് ജീവിച്ച് അവന്റെ ജീവിതം വലിയ തകർച്ചയിലെത്തുകയാണ്. ഇന്ന് ഈ മെസ്സേജ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് എന്നോട് പറയുന്നു, ഉന്നതമായ വിളി ലഭിച്ച അനേകം ദൈവമക്കൾ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. സുവിശേഷ വേല ചെയ്യാൻ വിളി ലഭിച്ചവരെ, സുവിശേഷ വേലയുടെ മഹത്വം കർത്താവ് മനസ്സിലാക്കി കൊടുത്തവരെ, സുവിശേഷ വേലയുടെ പദവി തിരിച്ചറിഞ്ഞവരെ, സുവിശേഷ വേലയുടെ അർജൻസി വേണ്ട വിധം ഗ്രഹിച്ച അനേകർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും കർത്താവ് നൽകിയ
ഈ മഹോന്നതമായ വിളി മറന്ന് സോവാറുകളിലേക്ക്, ഈ ലോകത്തിന് നിസാരമായ സുഖഭോഗങ്ങളിലേക്ക്, ഈ ലോകത്തിന് ഇമ്പങ്ങളിലേക്ക്, ഈ ലോകത്തിന് നിറങ്ങളിലേക്ക്, ജീവിത വ്യഗ്രതയിൽപ്പെട്ട് അനേകം ദൈവമക്കള് ഈ വിളി നഷ്ടപ്പെടുത്തി കർത്താവിന്റെ സമയത്തെ നിഷേധിച്ച് ഇന്ന് അനേകർ മുന്നേറിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ സമയത്തിൽ നമ്മൾ കർത്താവിന്റെ വേല ചെയ്യണം. മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി സുവിശേഷ വേല ചെയ്യേണ്ട ഒരു വലിയ കാലയളവിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. കർത്താവിന്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം അനേകായിരങ്ങൾ ഇനിയും കേൾക്കാതെ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. യൂദാസ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 23-ാം വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായ ഭാഷയിൽ നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുകയാണ്. അഗ്നിയിൽ അകപ്പെട്ടവരെ നിങ്ങൾ പിടിച്ച് കയറ്റുവിൻ. എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വചനമാണ്. ഈ തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവിടെ വചനം എന്താ പറയുന്നത്? അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. എന്താണ് ഇതിനർത്ഥം? നമ്മൾ സുവിശേഷ വേല ചെയ്യാൻ നിത്യനാശത്തിന്റെ അഗ്നിയിൽ അകപ്പെട്ട് ഇന്ന് ജനലക്ഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. ഈ നരകാഗ്നിയിൽ നിന്ന്, സാത്താൻ ആധിപത്യങ്ങളിൽ നിന്ന് ഇവരെ പിടിച്ചു കയറ്റേണ്ടത് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ എന്റെയും നിങ്ങളുടെയും വലിയ ഉത്തരവാദിത്തമാണെന്ന് പ്രിയ ദൈവത്തിന്റെ പൈതലെ നമ്മൾ മറന്നു പോകരുത്. ഇത് മിഷനുള്ള സമയമാണ്. കർത്താവിന്റെ ദൗത്യം അതിന്റെ പൂർണ്ണതയിൽ സമർപ്പണത്തോടെ ചെയ്യേണ്ട നാളുകളിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 26-ാം അധ്യായം 6 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറിയം എന്ന ആ സ്ത്രീ, അവൾ വളരെ വിലയേറിയ സുഗന്ധ തൈലം കർത്താവിന്റെ ശിരസിൽ ഒഴിച്ച് തൈലം പൂശി കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്. അതിന് മറ്റു ഭാഗങ്ങളിലോട്ട് നമ്മൾ കടക്കുന്നില്ല. നമുക്കത് മിഷൻ ഫയർ എന്നുള്ള ശുശ്രൂഷയിൽ കൂടുതൽ പഠിക്കാം. ശാലോം ടെലിവിഷനിൽ എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക് വരുന്ന മിഷൻ ഫയർ, ആ ശുശ്രൂഷ നിങ്ങൾ കാണണം. ഒരു മിഷൻ സ്പിരിറ്റിലോട്ട് ഈ കാലഘട്ടത്തിൽ ദൈവജനം കടന്നു വരണം. അവിടെ മറിയം കർത്താവിനെ ശുശ്രൂഷ ചെയ്യുകയാണ്. അവിടെ എന്നെ വല്ലാതെ സ്വാധീനിച്ച കാര്യം ഇതാണ്. കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ ഒരവസരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവസരം അവൾ പാഴാക്കുകയില്ല, അത് ചാടിപ്പിടിക്കുകയാണ്. ഇതുപോലെ നമ്മളായിരിക്കുന്ന മേഖലകളിൽ സുവിശേഷ വേല ചെയ്യാൻ ഒരുപാട് അവസരങ്ങളും സമയവും കർത്താവ് നമുക്ക് തരുന്നുണ്ട്. ഇന്ന് അനേകർ TV കണ്ട്, സിനിമ കണ്ട്, സീരിയൽ കണ്ട് ചുമ്മാ അവരെ കുറ്റം പറഞ്ഞ്, ഇവരെ കളിയാക്കി, വിമർശിച്ച്, പരിഹസിച്ച്, വേറെ കുറെ പേര് ചുമ്മാ ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങി. ഇപ്പൊ ഉറങ്ങാൻ നല്ല സുഖമാണ്, മഴയൊക്കെ പെയ്യുന്ന സമയം, ഉറങ്ങി. ദൈവം ദാനമായി നൽകിയ സമയം വെറുതെ വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുക. സമയം വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല, അത് ദൈവത്തിന് ഉന്നതമായ ദാനമാണ്. നമ്മളായിരിക്കുന്ന മേഖലകളിൽ ഇതിൽ ഒരുപാട് ബിസിനസ്സുകാർ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ നിങ്ങൾ സുവിശേഷ വേല ചെയ്യണം. നിങ്ങൾ അടുത്ത വരുന്ന കസ്റ്റമേഴ്സിനോട് നിങ്ങൾ വചനം കൊടുക്കണം, അവർ ക്രിസ്തു രക്ഷയിലോട്ട് നയിക്കണം. ഇതിൽ പഠിപ്പിക്കുന്ന അനേകം ടീച്ചേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെ ദൈവം വരമേൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഈശോയെ പകർന്നു കൊടുക്കണം. അവർ ഇവാഞ്ചലൈസ് ചെയ്യണം, അവരെ യഥാർത്ഥ രക്ഷയുടെ മാർഗത്തിലേക്ക് നിങ്ങൾ നയിക്കണം. ഡോക്ടേഴ്സ് ഉണ്ട്, നിങ്ങൾ രോഗികളോട് ക്രിസ്തുവിന്റെ വചനം പങ്കുവെച്ചു കൊടുക്കണം. പാവപ്പെട്ട വീട്ടമ്മമാരുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഉണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, പല പല നാടൻ പണികൾ ചെയ്യുന്നവരുണ്ട്. നമ്മൾ ആരുമാകട്ടെ, ദൈവം നമ്മൾ നിർത്തിയിരിക്കുന്ന മേഖലകളിൽ നമ്മൾ സുവിശേഷ വേല ചെയ്യേണ്ട സമയത്തിലാണ് നിൽക്കുന്നത്. അവസരങ്ങൾ പാഴാക്കി കളയരുത്, അവസരങ്ങൾ നഷ്ടമാക്കി കളയരുത്. മറിയം അതാ ചെയ്തത്. അവൾക്ക് ലഭിച്ച അവസരത്തെ അവൾ ചാടിപ്പിടിച്ചു, അവൾ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു. വലിയ റിവാർഡാണ് അവൾ ചെയ്ത പ്രവർത്തിക്ക് കർത്താവ് കൊടുത്തത്. നിങ്ങൾ ആ തിരുവചന ഭാഗം പിന്നീട് വായിക്കുക. എന്നാൽ പിന്നീട് നിങ്ങൾ സുവിശേഷത്തിലോട്ട് വാ. മാർക്കോസിന്റെ സുവിശേഷം 16:1 കാണാൻ പറ്റും. അവിടെ ഈശോ മരിച്ചു, ഈശോയെ അടക്കി. മറിയവും മറ്റു ചില സ്ത്രീകളും ചേർന്ന് കർത്താവിന്റെ ശരീരത്തിൽ സുഗന്ധതൈലം പൂശി കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി ആ കല്ലറയിലോട്ട് അവൾ വരികയാണ്. 2, 3, 4 വചനങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ കാണാൻ പറ്റും. അവർ ആ കല്ലറയിൽ എത്തിയപ്പോൾ കല്ലറയുടെ കല്ല് ആർ ഉരുട്ടു മാറ്റിയിരിക്കുന്നു. കല്ലറയിൽ കർത്താവില്ല, കല്ലറയിൽ കർത്താവില്ല. മറിയത്തിനു കൂടെ വന്ന ഈ സ്ത്രീകളെല്ലാം കർത്താവിനെ ശുശ്രൂഷിക്കുവാനുള്ള
ആഗ്രഹത്തോടു കൂടിയേ വന്നത്. അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കർത്താവിനെ ശുശ്രൂഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് നാളെ ആകട്ടെ, പിന്നീടാകട്ടെ, കുടുംബകാര്യങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് സുവിശേഷ വേല ചെയ്യുക. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പലരും അങ്ങനെയുള്ളവരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. സഹോദര സഹോദരി, അപ്രകാരം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയാ, കർത്താവിനെ ശുശ്രൂഷിക്കാൻ ചിലപ്പോൾ നമുക്ക് അവസരം കിട്ടിയെന്ന് വരികയില്ല. ഉള്ള സമയത്തിൽ, കർത്താവ് നൽകിയ അവസരത്തിൽ എവിടെയുമാകട്ടെ ക്രിസ്തുവിനെ ധീരതയോടെ സാക്ഷ്യം വഹിക്കുക. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. കാരണം ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. കർത്താവ് ഇന്ന് നമുക്ക് നൽകി ഈ മെസ്സേജ് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഈ വചനത്തിനായി ഒരു പരിപൂർണ സമർപ്പണം നിങ്ങൾ നടത്തുക. ഇതിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കുടുംബമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി മുന്നോട്ട് വാ. കർത്താവ് നിങ്ങൾക്ക് നൽകിയ സകല ഓപ്പർച്യൂണിറ്റീസ്, സകല അവസരങ്ങളും, സകല സാധ്യതകളും, നിങ്ങളുടെ ബന്ധങ്ങളും, ഇതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുക. വലിയൊരു മഹത്വം കർത്താവ് നമുക്ക് തരും. പ്രിയ ദൈവമക്കളെ, ഈ വലിയ തിരിച്ചറിവോടെ തുടർന്ന് വരുന്ന ആരാധന ശുശ്രൂഷയിൽ കർത്താവ് നൽകുന്ന അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാം. ഒരു പരിപൂർണമായ സമർപ്പണത്തോടെ ദൈവരാജ്യത്തിന്റെ വേല നമുക്ക് ചെയ്യാം. കർത്താവ് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തെയും നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.